ഹലോ അസ്സാം വലൈക്കും. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്, ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ കുറേ കാലമായി ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലേ. എന്താന്ന് വെച്ചാല് ദ്വീപ് ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിന് മുൻപ് ആരെങ്കിലും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരാളുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നോക്കട്ടെ അല്ലേ. അതെ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നത് ഉമ്മാന്റെ മാമന്റെ മോൻ ഹുസൈൻ അലി ആണ്. ആള് അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ്. നമ്മൾ ഗുജറാത്തിലൊക്കെ പോയപ്പോൾ ഉള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലെ. പറഞ്ഞാൽ നമുക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തു തരും. അപ്പൊ ഈ കാര്യത്തിൽ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം നമ്മൾ ഒന്നും സമ്മതിക്കുന്ന ഈ കാര്യം അങ്ങനെ എല്ലാവരും ഒന്നും സമ്മതിക്കില്ല വീഡിയോ എടുക്കും. കാരണം ചിലപ്പോ കണ്ണ് തട്ടും, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവും അല്ലേ. അതെ, അപ്പൊ ചിലപ്പോ അവര് ഓരോ വിശ്വാസമാണ്, കണ്ണ് തട്ടും, കൊതി തട്ടും, അങ്ങനെ ശർക്കര ശരിയാവില്ല. അതെ, ദ്വീപിലുള്ളവര് അത്യാവശ്യം ഓർത്തഡോക്സ് ആണ്. അപ്പോ അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തതുകൊണ്ട് ഹുസൈൻ അലി മാമൻ ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അധികം വെറുപ്പിക്കുന്നില്ല. നമ്മളിപ്പോ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സമയം ഇപ്പോൾ 7:45 കഴിഞ്ഞു. 8 മണിക്കാണ് നമ്മളടുത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞത്. നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് വീട്ടിൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഓട്ടോറിക്ഷ വന്നപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ തന്നെ പോവാണ്. രാവിലെ ആയതുകൊണ്ട് ഓട്ടോറിക്ഷ കിട്ടുമെന്ന് ടെൻഷനായിരുന്നു. എന്തായാലും ആ ഒരു ടൈം ആയപ്പോഴത്തെ 5 ആയപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് ഈ കീച്ചേരി ഭാഗമാണ്. ഞാൻ ജസ്റ്റ് പോകുന്ന വഴി ക്യാപ്ചർ ചെയ്തതേ ഉള്ളൂ. നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതേ അടുപ്പിന് തീ പിടിപ്പിക്കുകയാണ് ആദ്യം. അങ്ങനെ ഞാൻ അതൊക്കെ മുഴുവനായിട്ടും ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ സ്റ്റെപ്സ് ആണോ ഇതിലുള്ളത് അതൊക്കെ ഞാൻ മുഴുവനായിട്ടും ഇതിൽ കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം ഇത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ എപ്പോഴൊന്നും കിട്ടില്ല. കിട്ടിയ ചാൻസ് ആയതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്നും വിട്ടു പോവാതെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഈ ചെമ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ചക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെമ്പ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്ന അങ്ങനെ ആയിരിക്കും. ചക്കര ഉണ്ടാക്കി വന്നിട്ടായിരിക്കും. അങ്ങനെ ഇതേ അടുത്ത് നമ്മൾ തെങ്ങിൽ നിന്നെടുക്കുന്ന ഞങ്ങളിതിനെ പറയുന്നത് മീര എന്നാണ്. മീര, കേരളത്തിലൊക്കെ മീര എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ പേരാണല്ലോ. നമ്മളിവിടെ മീര എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതേ ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ. തെങ്ങിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു ഒഴിക്കലില്ലേ നമ്മൾ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ തെങ്ങിൽ നിന്ന് എടുക്കുന്ന മീര. പിന്നെ അത് സെയിം മീര തന്നെയാണ്. പുളിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി വെച്ചതാണ്. പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കള്ളായി മാറുമല്ലോ, അതുകൊണ്ട് ചൂടാക്കി വെച്ചതാണ്. അതിൽ 1-2 കല്ല് ഉണ്ടാവും. അത് കടപ്പുറത്തെ കല്ല് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇടുന്നതാണ്. അങ്ങനെ ചക്കര ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കല്ലിടാറുണ്ട് എന്നാണ് പറഞ്ഞത്. ആ കല്ല് നിങ്ങൾക്ക് ലാസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എനിക്ക് പുതിയൊരു അറിവായിരുന്നു കേട്ടോ. ഇതിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. മീര കൊണ്ടാണ് ചക്കര ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടതല്ലാതെ വേറെ ഒരു അറിവും എനിക്കും ഉണ്ടായിരുന്നില്ല. ഞാനും നിങ്ങളെപ്പോലെ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ എന്തായാലും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറേ നേരം ഇങ്ങനെ നിന്ന് തിളച്ച് വരണം. ആ ടൈമിലും നമ്മളിങ്ങനെ അനക്കി കൊടുക്കേണ്ട കാര്യമില്ല. അത് അടുപ്പത്ത് ഇങ്ങനെ കുറേ സമയം തീയിൽ വെച്ച് എന്താ പറയുക, കുറുകി വരണം, വറ്റി വരണം. ഈ കാണുന്നതാണ് മീര എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു പാത്രം. തെങ്ങിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഇതിലേക്കാണ് മീര ഒഴിച്ചുകൊണ്ട് വരുന്ന തെങ്ങിന്ന്. ഇത് തെങ്ങി കയറുമ്പോഴേക്ക് ഇത് കൊണ്ടുപോകും. ഇത് കെട്ടി വയ്ക്കണ്ടേ നിനക്ക്? അപ്പൊ വേറെ ഒരു പാത്രം അതിൽ കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊണ്ട് ഇറങ്ങി വരും. മീര സൂക്ഷിക്കുന്നത് അവിടെയൊക്കെ മീരകുറ്റി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ബാക്കിലായിരുന്നു കേട്ടോ, അവരുടെ വീടിൻ്റെ കുറച്ച് ബാക്കിലായിരുന്നു ബീച്ചുള്ളത്. അപ്പോൾ നമ്മൾ ഓർത്തു ബീച്ചിലൊക്കെ ഒന്ന് പോയി വരാമെന്നത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ കുഞ്ഞു ഷെഡ് നമ്മളിങ്ങനെ ഓല വെച്ചിട്ടാണ് പഴയ കാലത്ത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇതൊക്കെ വിറക് ഇടാനുള്ള ഷെഡാണെന്ന് തോന്നുന്നു. തേങ്ങയൊക്കെ പറിച്ച് ഇട്ടിട്ടുണ്ട്.
ഇത് തോടിയാണ്, തേങ്ങ ഉരിച്ച ആ ഒരു സംഭവം അതാണ്. അതേ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ബീച്ച്. ഇതിപ്പോൾ രാവിലെ നേരത്തെ ആയതുകൊണ്ട് കാമൻ ക്വയറ്റായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല ബീച്ചിൽ. കടലാണെങ്കിലും വലിയ അലമ്പുണ്ടായിരുന്നില്ല, അതേ ചെറിയ ചെറിയ തിരകളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത് ബീച്ചുണ്ടാകുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കുമല്ലോ, എപ്പോൾ വേണമെങ്കിലും വന്നിരിക്കാം. അതെ, ആ കാണുന്നത് NIOT ആണ്, അതായത് കടൽ വെള്ളം ശുദ്ധീകരണത്തിൻ്റെ ആണ്. അപ്പോൾ അതുവഴി നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരാൾ മീര ഫ്രഷായിട്ട് തെങ്ങിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, പറിച്ചുകൊണ്ട് എന്നൊക്കെ. അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. മീര ഇങ്ങനെ പതഞ്ഞ് പൊങ്ങാൻ തുടങ്ങി. പത വന്നിട്ട് അപ്പോൾ ആ പതയൊക്കെ ഇങ്ങനെ കോരി അരിപ്പയിലാക്കി വെക്കും. എന്നിട്ട് അത് ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് വരുന്നത് ചെമ്പിലേക്ക് വീണോളും. അപ്പോൾ അത് നമ്മളെടുത്ത് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ പത മുഴുവനായിട്ടും ഇങ്ങനെ കോരി കൊടുക്കണം. കുറേ നേരം ഇങ്ങനെ പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട്, ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2.5 മണിക്കൂറൊക്കെ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. അപ്പോൾ 2.5 മണിക്കൂറൊക്കെ എന്തായാലും വേണം ഇതുണ്ടാക്കിയെടുക്കാൻ. അത്രയും ടൈം എടുക്കും. ഇത് കുറുകി വറ്റി വന്നിട്ട് ഇത് ശർക്കരയുടെ രൂപത്തിലായി വരാൻ 2.5 മണിക്കൂറൊക്കെ എടുക്കും. 2.5 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നല്ല ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും നേരം അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് കാണുമ്പോൾ നമുക്ക് വിഷമാവും, കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ ഇരുന്നു. ഫൊയിലത്തുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീട്ടിലും കാണും ഒരു ഫൊയിലത്തുണ്ട്. ഇത് ഇവിടുത്തെ ഷെഡാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പണികൾക്ക് ഇതുപോലെ ശർക്കര ഉണ്ടാക്കാനും ഫൊയിലൊക്കെ തീപ്പറ്റിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഷെഡാണ് കേട്ടോ. അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്. വലിയ രീതിയിൽ കുറുകിയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊന്നും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ കിടന്ന് വറ്റി വന്നോളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ നോക്കിക്കേ നിങ്ങൾ, കുറച്ചും കൂടി ഒരു കളർ ചേഞ്ച് പോലെ തോന്നുന്നില്ലേ? ഇത് വേറെ ഇതിൽ കൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ എങ്ങനെയാണോ ഇതുണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് കാണിച്ചത്. ഒരു സ്റ്റെപ്പ് പോലും മിസ് ചെയ്തിട്ടില്ല. ഇതിൽ ഒരു കൂട്ടും ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇപ്പോൾ നോക്കിക്കേ, കുറച്ചും കൂടി കളർ ഇങ്ങനെ മാറി വരുന്നത് കാണില്ലേ? കുറച്ചും കൂടി ഒരു യെല്ലോയിഷ് കളർ, ഒരു മഞ്ഞ കളറിലേക്ക് ഇത് മാറി വരുന്നത് നമുക്ക് കാണാനാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തതല്ല, കുറേ കൂടി കളർ മാറുന്നതിനനുസരിച്ച്, അതായത് വറ്റി വരുന്നതിനനുസരിച്ച് ഓരോരോ ചെറിയ ക്ലിപ്പിങ്സ് എടുത്താണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി കളർ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, കുറച്ചും കൂടി കളർ മാറി വരുന്നുണ്ട്. കണ്ടില്ലേ, കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറുകിക്കൊണ്ടേയിരിക്കും. ഈ ടൈമിലൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഇത് ഇളക്കാൻ തുടങ്ങുന്നത്. ഈ ടൈമിൽ ഇങ്ങനെ വറ്റി വരും. സത്യം പറഞ്ഞാൽ ഇവരുണ്ടാക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്, എല്ലാം നല്ല വൃത്തിയോടെയാണ് ചെയ്യുന്നത്. നമ്മളിത് നേരിട്ട് കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഈ ആളെ നമുക്ക് ഇതിനു മുൻപ് അങ്ങനെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഒരു സ്വഭാവമായിരുന്നു. നമുക്കെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നു, എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. നമുക്ക് വേണ്ട വീഡിയോസൊക്കെ എടുക്കാൻ അനുവദിച്ചു. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ സമ്മതിക്കണമെന്നില്ല. കാരണം കണ്ണ് തട്ടുമോ കൊതി തട്ടുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും. ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്യാവശ്യം ഓർത്തഡോക്സ് ആണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ സമ്മതിക്കണം എന്നില്ലല്ലോ. ആള് നമുക്ക് എല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തന്നു. ഇപ്പോഴാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആദ്യം ഒഴിച്ച ടൈമിൽ ഈ ചെമ്പിൻ്റെ ഫുള്ളുണ്ടായിരുന്നു മീര. ഇപ്പോൾ നോക്കിക്കേ, വറ്റി ആ ഒരു അടിഭാഗത്ത് മാത്രം അല്ലേ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇത് തെങ്ങിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ എത്രയോ ലിറ്റർ വെച്ചിട്ടാണ് ഒരു വെള്ളം ശർക്കര കിട്ടുക. 10 ലിറ്റർ വെച്ചിട്ട് എന്തോ ആണ് ഒരു വെള്ളം ശർക്കര കിട്ടുന്നതെന്നോ എന്തോ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നടുക്ക് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കല്ലാണ്.
ആ കല്ല് കടപ്പുറത്ത് നിന്ന് എടുത്തിട്ട് കൊണ്ടുവരുന്നതാണ്. കടപ്പുറത്ത് നല്ല കല്ലാണ്, വെള്ളക്കല്ലായിരിക്കും. അപ്പോൾ അതെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇടുന്നതാണ്. ഈ മീരയിൽ എന്തെങ്കിലും പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ കല്ല് കുടിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ കല്ലിങ്ങനെ ഇടുന്നത്. സത്യം പറഞ്ഞാൽ നാട്ടിലിപ്പോൾ ശർക്കരയൊന്നും കിട്ടാനില്ല. ശർക്കരക്കാണ് നല്ല ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ലക്ഷദ്വീപുകാർ എന്തെങ്കിലും മധുരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലെ മെയിൻ താരം ഈ ശർക്കരയാണ്. ശർക്കര ഇട്ടാലേ നമുക്കൊരു തൃപ്തിയുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ശർക്കര കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. അപ്പോൾ ആള് നമുക്ക് ഒരു വെള്ളം ശർക്കരയും കൂടി തന്നിട്ടുണ്ടായിരുന്നു. ശർക്കരക്ക് നമ്മുടെ ഇവിടെ വില 800 വരുന്നുണ്ട്. 800 മുതൽ ആണെന്ന് തോന്നുന്നു തുടക്കം. 800 ഉണ്ട് എന്തായാലും. അപ്പോൾ ആളുടെ അടുത്ത് 700 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ആള് അത്ര റേറ്റ് കുറയ്ക്കേണ്ട കാര്യമില്ല. നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, നല്ല വൃത്തിയോടെയാണ് ഉണ്ടാക്കുന്നത്. ഒരു മായം പോലും ചേർത്തിട്ടില്ല. ചിലരൊക്കെ മൈദ ചേർക്കാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആള് ഒരു സാധനം പോലും ചേർത്തിട്ടില്ല. നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ അതിലുള്ള കല്ലൊക്കെ കോരി മാറ്റുകയാണ്. ഇപ്പോൾ ഈ പതിച്ച് വരുന്നത് കാണുന്നില്ല നിങ്ങൾ, നല്ല വലിയ വലിയ പതകൾ. ഇതിനെയാണ് ശർക്കരപ്പത എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ആൾ പറഞ്ഞു തന്നാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഇതിനെയാണ് ശർക്കരപ്പത എന്ന് പറയുന്നത്. ഈ ടൈം മുതൽ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ കുറേ നേരമായിട്ട് ആളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതിൽ കാണുന്നത് പോലെയല്ല. നമ്മളിപ്പോൾ ഇതിൽ ചിലപ്പോൾ 5 മിനിറ്റൊക്കെ ആയിരിക്കും ഇളക്കുന്നത് കാണുന്നത്. പക്ഷേ ആൾ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അത്രയും ഒരുപാട് ടൈം എടുത്തു. ഈ പതയാണ് ശർക്കരപ്പത. കണ്ടില്ലേ, ഇതാണ് ശർക്കരയുടെ മെയിൻ പത. ഈ പത വരുമ്പോഴാണത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരെന്നെ പറഞ്ഞു തന്നാണ് ഇതാണ് ശർക്കരപ്പത. ഇത് നമ്മൾ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്ന് താഴോട്ട് മറിയും. അപ്പോൾ ശർക്കര മൊത്തം വേസ്റ്റ് ആവുമല്ലോ. ഇതെടുത്ത് ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല അധ്വാനമാണ്. തെങ്ങിൽ കയറിയിട്ട് മീര എടുക്കണം ആദ്യം, അതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് അവരുടെ ഒരു വരുമാന മാർഗമാണല്ലോ. ഇപ്പോൾ ഒന്നാമത് മീര കുറവാണെന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും മീര ഇപ്പോൾ വളരെ കുറവാണെന്ന് ആണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ തെങ്ങിന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഇന്ന് വൈകുന്നേരം എടുക്കും, അങ്ങനെ എന്തോ ആണ് പറഞ്ഞു തന്നത്. കുറേ നേരം വെക്കാൻ പറ്റില്ലല്ലോ. കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അത് പുളിച്ചു പോകും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, കള്ളായി മാറുമല്ലോ. പിന്നെ നമ്മൾ ദ്വീപുകാർ വിനാഗിരി, അതായത് സുർക്ക ആക്കുന്നതും ഈ മീര വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീരയ്ക്ക് ഇവിടെ നല്ല ചിലവാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സുർക്ക ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇല്ലാത്ത ടൈമിൽ മാത്രമേ, അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്തുനിന്നുള്ള വിനാഗിരി വാങ്ങുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഈ നാച്ചുറൽ തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി പത ഇങ്ങനെ കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ കുറുകി വരുന്നുണ്ട് നല്ല രീതിയിൽ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട്. ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രത്യേക തരം കയ്യിലാണ് കേട്ടോ. ഇത് ചിരട്ട കയ്യിലാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ഉപയോഗിക്കില്ല. ഇത് വെച്ച് തന്നെയായിരിക്കും ശർക്കര അരക്കുന്നത്. ഇതിന് ഞങ്ങൾ അരക്കുക എന്നാണ് പറയുന്നത്. ഈ വെള്ളം പോലത്തെ ഈ മീരയിൽ നിന്ന് ശർക്കരയായി വരുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് അത്ഭുതമായിട്ട് തോന്നി. കാരണം ശരിക്കും ഇത് വെള്ളം പോലെയാണല്ലോ ഉണ്ടാകുന്നത്. അതിൽ നിന്ന് ശർക്കര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നെത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ശരിക്കും എനിക്ക് ഒരു അത്ഭുതമായി തോന്നി കേട്ടോ. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി താഴെ ഒരു ടയർ വെക്കും. ടയർ വെച്ചിട്ട് ചെമ്പ് അതിൻ്റെ മുകളിൽ ഇറക്കി വെക്കും. എന്നിട്ട് ഇങ്ങനെ അരക്കും. ഇതിനെയാണ് നമ്മൾ അരക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൈ വിടാതെ അരച്ചുകൊണ്ടിരിക്കണം. അതെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മുതൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴും വലിയ കട്ടിയൊന്നുമില്ല, അത്യാവശ്യം ലൂസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് ശർക്കരയായി മാറുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇതിൻ്റെ കളർ തന്നെ മാറും. നിങ്ങൾ ഇവിടെ മുതലൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. ഇപ്പോൾ ഈ ടയർ വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ കാരണം
അല്ലെങ്കിൽ പെട്ടെന്ന് മണ്ണിലേക്ക് ഡയറക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് ആറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ ചൂട് നിർത്തിക്കൊണ്ട് തന്നെ ശർക്കര ആക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ടയർ വെക്കുന്നത് എന്നാണ് ആൾ നമുക്ക് പറഞ്ഞു തന്നത്. ഇതിലെ ഓരോ സ്റ്റെപ്പും നമുക്ക് നല്ല ക്യൂരിയോസിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. നല്ല എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് നമ്മളത് നോക്കി നിന്നത്. കാരണം ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് ഇത്രയും പണിയുണ്ടെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാനോർത്തു മീരിൽ നിന്നാണ് ശർക്കര ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ മീര ഒഴിക്കുന്നു, അടുപ്പത്ത് വെക്കുന്നു, ഇളക്കുന്നു, ശർക്കര ആവുന്നു. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ഒരുപാട് പണിയുണ്ട്. വെറുതെ അല്ല ഇതിന് ഇത്രയും വില വരുന്നത്. അത്രയും പണിയുണ്ട് കേട്ടോ. അവർക്ക് ആദ്യത്തെ പണി അറിയാലോ, തെങ്ങുന്ന് എടുക്കണം. അതന്നെ വലിയ പണിയാണ്. അതിനുശേഷം പിന്നെ ഇത് അതിലും വലിയ പണിയാണ്. ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഉമ്മാക്കും ശരിക്കും വിഷമം തോന്നുന്നിട്ട് ഞങ്ങൾ ചോദിച്ചുള്ളൂ, ഞങ്ങൾ അരച്ച് തരണമെന്ന്. അപ്പോൾ ആൾ വേണ്ടാന്ന് പറഞ്ഞു. ഇത് ശരിക്കും ആണുങ്ങൾ തന്നെ അരക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം അവർ നല്ല കുറച്ചുകൂടി എഫോർട്ട് ഇട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട്. പക്ഷെ പെണ്ണുങ്ങളും ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ആദ്യത്തെ ആ ഒരു ലിക്വിഡായിട്ടുള്ള ആ ഒരു ഫോമിന്ന് ഇപ്പോൾ നോക്കിക്കേ വന്ന് കുറച്ചൊന്ന് തിക്കായില്ലേ. അത് ഭയങ്കര ലൂസായിരുന്നില്ലേ ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ. ഇപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഇതിലും കട്ടിയായിട്ട് വരും. നിങ്ങൾ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ അങ്ങോട്ട് അരക്കുന്നതിനനുസരിച്ച് ഇത് കട്ടിയായി തന്നെ വരുന്നുണ്ട്. കളറും നല്ല രീതിയിൽ തന്നെ മാറും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാത്തിലും കൂട്ടുള്ള കാലമാണല്ലോ. എല്ലാ സാധനത്തിലും കൂട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ ഇപ്പോഴും നമ്മുടെ ഇവിടെ കൂട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളിലൊന്നും കൂട്ടുപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോഴും. അത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് വിപണിയിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ കൂട്ടുണ്ട്. ഒന്നും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത കാലമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണ ആയിക്കോട്ടെ, വെളിച്ചെണ്ണയിൽ പോലും നമ്മൾ വേറെ മായമൊന്നും ചേർക്കാറില്ല. ഇവിടെ മില്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിലും മായമൊന്നും ചേർക്കാറില്ല. നാച്ചുറലായിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇപ്പോൾ ശർക്കര ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. എന്താ പറയുക, ഒരു തുള്ളി ഒന്നും ചേർക്കാറില്ല, ഒന്നും ചേർത്തിട്ടില്ല. തെങ്ങ് എങ്ങനെയാണോ എടുത്തുകൊണ്ട് വരുന്നത് അത് അങ്ങനെ തന്നെ ഒഴിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, കളറ് കുറച്ചും കൂടി മാറിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കളർ മാറിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഈ ചെമ്പെടുത്ത് താഴെ വെച്ചിട്ട് ഇങ്ങനെ അരക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കളറല്ലല്ലോ ഇപ്പോൾ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളറും മാറിയിട്ടുണ്ട്, തിക്കായിട്ടും വന്നിട്ടുണ്ട്, തിക്നെസ്സും കൂടി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കൈവിടാതെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ അത്യാവശ്യം നല്ല എഫോർട്ട് ഇട്ടിട്ടായിരുന്നു ഇളക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ടൈമിൽ ചെമ്പിൽ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞ് വന്ന് നമ്മൾ ചെമ്പ് താഴെ ഇറക്കി വെക്കുന്നവരെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയൊക്കെ നമ്മൾ ഇളക്കി ഇങ്ങനെ അരക്കുന്നതിനനുസരിച്ച് ചക്കര ഇങ്ങനെ തിക്കായി വരുന്നതിനനുസരിച്ച് കുറഞ്ഞ് ക്വാണ്ടിറ്റി നല്ല രീതിയിൽ കുറഞ്ഞ് വരുവാണ്. ഇപ്പോൾ ഇത്രയും ലിറ്റർ കൊണ്ട് ഉണ്ടാക്കിയതിൽ വെച്ച് നമുക്ക് ആകെ ഇതെന്ന് എനിക്ക് തോന്നുന്നു ആകെ 2-3 വെള്ളം അത്ര ശർക്കര മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ വെള്ളം കണക്കിലാണ് ശർക്കര കൊടുക്കുന്നത്. 1 വെള്ളം 2 വെള്ളം അങ്ങനെയാണ് ശർക്കര കൊടുക്കുന്നത് കേട്ടോ. ഒരു വെള്ളത്തിനാണ് ഇവരുടെ അടുത്ത് 700 രൂപ, ചില സ്ഥലത്ത് 800 രൂപയൊക്കെയാണ്. 800 അതിൽ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ റേറ്റ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഈ മീര കുടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആയതുകൊണ്ട് കുടിക്കാൻ തരാറില്ല. കാരണം അതിൽ ചിലപ്പോൾ ചെറുതായിട്ട് പുളിച്ചിട്ടുണ്ടാവും, ചെറിയ പുളിപ്പുണ്ടാവും. അപ്പോൾ രാവിലെ കുടിക്കാൻ അവർ കൊടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ കിട്ടാത്ത കാരണം ആൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു വൈകുന്നേരം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം പറഞ്ഞ പോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മീര കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരു 7up പോലെ ചെറുതായിട്ട് ഒരു ഗ്യാസ് പോലെയൊക്കെ ഉണ്ടാവും. നല്ല രസമാണ് കുടിക്കാൻ. മീര ഇവിടെ എല്ലാവർക്കും കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കുടിക്കാനൊന്നും കിട്ടാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മീര കുറവാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കിട്ടാൻ പണിയാണ്. എന്നാലും നമുക്ക് ആൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, ശർക്കര നല്ല വേറൊരു കളറായി തന്നെ മാറിയില്ലേ. നമ്മൾ ആദ്യം ചെമ്പിൽ നിന്ന് ഇറക്കി വെച്ചപ്പോൾ ഏകദേശം ഒരു ബ്രൗണിഷ് കളർ പോലെ ആയിരുന്നു. ഇപ്പോൾ നോക്കിക്കേ, നല്ല യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ, ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശർക്കര ആണെങ്കിൽ നോക്കിക്കേ, നല്ല സിൽക്കി ടെക്സ്ചറിലാണ് ഉള്ളത്.
അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ദ്വീപിലേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ശർക്കര അരക്കുന്നത് എനിക്ക് കാണിക്കണം എന്നുള്ളത്. പക്ഷെ അത് കിട്ടും എന്നൊന്നും ഞാൻ തീരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ അങ്ങനെ ശർക്കരയുടെ ടേസ്റ്റ് നോക്കുകയാണ്. ഞാനും ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. മാഷാല്ലാ നല്ല ശർക്കരയായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ചൂടോടെ കൊണ്ടുപോകാൻ പറ്റില്ല ശർക്കര. ചൂടൊക്കെ മാറിയിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ചായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ കുപ്പിയിലേക്ക് ഒഴിച്ച് കൊണ്ടുവന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ശർക്കരയും മീരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിലും കുറച്ചും കൂടുതൽ തിക്കാവും. ഉമ്മ അതേ ശർക്കര കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ അരച്ച പോലെ അരക്കാൻ നോക്കിയാണ്. പിന്നെ ഞാനും ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇതുപോലെ ആക്കി നോക്കുന്നത് കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ശർക്കര. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഇങ്ങനെ ഒഴിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. ശർക്കര കാണാനും നല്ല മൊഞ്ചില്ലേ, നല്ല സിൽക്കി ടെക്സ്ചർ പോലും ഉണ്ട്. ദ്വീപിലെ ഫൊരി, അലുവ, അങ്ങനെ കെലാഞ്ചിയുടെ പാല്, ഇതൊക്കെ നമ്മൾ ഈ ശർക്കര വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ ശർക്കര ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ മീര കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇതാണ് മീര, നല്ല തെങ്ങിൽ നിന്നെടുത്ത പുതിയ മീര. കുടിച്ചോ കുടിച്ചോ. ഇതാണ് നമ്മുടെ മീര. അത് കൊടുത്തോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എടുത്തപ്പോ തന്നെ ഉള്ളതല്ലേ, കുടിക്കാൻ നല്ല ടേസ്റ്റ്. മധുരം ഉണ്ട്. ഇത് മക്കൾക്ക് വേണമെന്ന് പറഞ്ഞു വാശ, അല്ലെങ്കിൽ ഞാൻ ഇത് മൊത്തം കുടിക്കുമായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നതാണിപ്പോൾ. രാവിലത്തെ കുടിക്കാൻ പറ്റാത്തത് കൊണ്ട്. നസീർ എന്നാണ് നമുക്ക് കൊണ്ടുവന്ന് തന്ന ഇയാളുടെ പേര്. താങ്ക് യു നസീർ. ചക്കര ഇതാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചക്കര. ഇത് വെച്ചിട്ട് ഈ മീര വെച്ചിട്ടാണ് നമ്മൾ ഈ ശർക്കര ഉണ്ടാക്കുന്നത്. മീര കുറുക്ക് എത്ര ലിറ്റർ എന്നാ പറഞ്ഞ ഷഹാന? 10 ലിറ്റർ മീര കൊണ്ട് 1.5 ലിറ്റർ ശർക്കര, അങ്ങനെയല്ലേ പറഞ്ഞു? അങ്ങനെ എന്തോ ആയിരുന്നു കണക്ക് പറഞ്ഞത്, കറക്റ്റ് ഓർമ്മയില്ല. കണക്ക് പറഞ്ഞ പോലെ അത്രേ ഉണ്ടാവും. നമ്മൾ കണ്ടതല്ലേ. ഓക്കെ, അപ്പോ മീര എല്ലാവരും കണ്ടല്ലോ. ശർക്കര പിന്നെ ഉണ്ടാക്കുന്നത് ഇതാണ്. ഇത് കുറച്ച് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കുടിക്കാൻ പറ്റൂല, അത് കള്ളായി മാറും. അപ്പോൾ എടുത്ത ഉടനെ അവർ കൊണ്ടുവന്ന് തന്നതാണ്. ചെറിയ മക്കൾ വരെ അത് കുടിച്ചോണ്ടിരിക്കുകയാണ്. വേണോ കുടിക്കാൻ? ദ്വീപിലേക്ക് വരൂ, ദ്വീപിലേക്ക് വരൂ. ഇതൊക്കെയാണ് ഇവിടത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങള്. ഞങ്ങളുടെ നാച്ചുറൽ 7up. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അല്ലേ? അതെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. 8 മണിയാകുമ്പോൾ നമ്മൾ പോയതാണ്. ഇപ്പോൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അതെ, അപ്പൊ അവിടെ ഇരുന്നെങ്കിൽ ഒരു സമാധാനം ഇല്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.